ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മാരുതി ടൊയോട്ട കാറുകളിലെല്ലാം ഷോക്ക് സെൻസർ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതായിരിക്കും നമ്മുടെ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. സോ വെൽക്കം ടു ദി വീഡിയോ. പുതിയ ടൊയോട്ട മാരുതി കാറുകളുടെ 2 ബട്ടൺ വരുന്ന കീ ഫോബാണിത്. സ്മാർട്ട് കീ ആണിത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കവർ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട. കവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്തരം കീകളുടെ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അർബൻ ക്രൂസർ ഹൈ റൈഡർ ഉണ്ട്, ഗ്രാൻഡ് വിറ്റാര ഉണ്ട്. അതുപോലെ കുറേ മോഡലുകൾക്ക് ഇതേ കീ ഫോബും ഇതേ ഫീച്ചേഴ്സുമാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ഈ സ്വിച്ചിൻ്റെ നോക്കാം. ആദ്യം നമുക്ക് വരുന്നത് ലോക്ക് ബട്ടണാണ്. ലോക്ക് ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ലോക്കാവും. 4 ഡോറുകളും ആ സമയത്ത് ലോക്കായിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോറും തുറക്കാനായിട്ട് പറ്റില്ല. അടുത്തത് അൺലോക്ക് ബട്ടണാണ്. അൺലോക്ക് ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കാറിൻ്റെ ഡ്രൈവർ സൈഡ് ഡോറ് അൺലോക്ക് ആവും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ ഡോറ് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേസമയം ആ ഡോറ് ലോക്ക്ഡാണ്. അതുപോലെ തന്നെ ഈ ഡോറ് അൺലോക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും പറ്റില്ല. ഡ്രൈവർ സൈഡ് ഡോറ് മാത്രമേ നമുക്ക് അൺലോക്ക് ആവുള്ളൂ. അപ്പോൾ ഡ്രൈവർ സൈഡ് ഡോറ് മാത്രമാണ് ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ അൺലോക്ക് ആവുക. അപ്പം ഇനി ബാക്കി 3 ഡോറുകളും അൺലോക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. നമ്മൾ ഒരു വട്ടം പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞ് ഒന്നുകൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ ഡോറ് കൂടി അൺലോക്ക് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഡോറും അൺലോക്ക് ആയതായിട്ട് കാണാൻ പറ്റും. കാറ് ലോക്കായിരിക്കുന്ന സമയത്ത് 2 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാസഞ്ചർ സൈഡ് അടക്കം 4 ഡോറുകളും അൺലോക്ക് ആവും. ഇങ്ങനെ അതിനി ഒരു 10-15 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതുപോലെ തന്നെ ലോക്കാവും. പിന്നെ നമുക്ക് തുറക്കാൻ പറ്റില്ല. നിങ്ങളുടെ വണ്ടി ഇപ്പോൾ അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കിക്കി കിക്കി എന്നുള്ളൊരു ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ജസ്റ്റ് കിക്കി എന്നുള്ള ശബ്ദം മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ കിക്കി കിക്കി എന്ന ശബ്ദം കേൾക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ ഫീച്ചറിൻ്റെ പേര്? ഷോക്ക് സെൻസർ നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. ഷോക്ക് സെൻസർ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ തുടർന്ന് കാണുക. നമ്മുടെ കീയിൽ വേറൊരു ഫീച്ചർ കൂടിയുണ്ട്. വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് പോയിട്ട് നമുക്ക് എവിടെയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് അറിയാതെ വരിക, അല്ലെങ്കിൽ വണ്ടിയിൽ ആരെങ്കിലും തൊടുന്നതായിട്ട് നമ്മൾ ദൂരത്തുനിന്ന് കാണുകയാണെങ്കിൽ ഇതിൽ അലാം നമുക്ക് അടുപ്പിക്കാം. അതിന് ചെയ്യേണ്ടത് ലോക്കും അൺലോക്കും ബട്ടൺ ഒരുമിച്ച് അമർത്തിപ്പിടിക്കുക. അത് നിർത്തണമെങ്കിൽ ജസ്റ്റ് അൺലോക്ക് അമർത്തി കഴിഞ്ഞാൽ അത് ഈ ശബ്ദം നിന്നോടും. പിന്നെ ഇത് സ്മാർട്ട് കീ ആണെന്ന് അറിയാലോ. അപ്പോൾ സ്മാർട്ട് കീ ആയതുകൊണ്ട് അതിൻ്റേതായ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. നമുക്ക് അത് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇത് പാസഞ്ചർ സൈഡിലെ ഡോറാണ്. പാസഞ്ചർ സൈഡിലെ ഡോറായത് കാരണം അവിടെയും നമുക്കൊരു റിക്വസ്റ്റ് സെൻസർ തന്നിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ സൈഡ് ഡോറാണിത്, അവിടെയും നമുക്കൊരു റിക്വസ്റ്റ് സെൻസർ തന്നിട്ടുണ്ട്. എന്താണ് ഈ റിക്വസ്റ്റ് സെൻസർ? നമ്മുടെ ഈ സ്മാർട്ട് കീ ഈ വണ്ടിയുടെ അടുത്തുണ്ടായാൽ മതി. അതായത് നമ്മൾ പോക്കറ്റിൽ സ്മാർട്ട് കീ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് കീയിൽ അൺലോക്ക് ബട്ടൺ അമർത്തുന്ന അതേ സംഭവം ഇവിടെയും നടക്കും. ഇപ്പോൾ അൺലോക്കായി. ഡ്രൈവർ സൈഡ് മാത്രമാണ് ഇപ്പോൾ അൺലോക്ക് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോറ് തുറന്ന് ഡ്രൈവറിന്, അപ്പോൾ ഇപ്പോൾ ഡ്രൈവർ സൈഡ് മാത്രമാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഇനി പാസഞ്ചർ സൈഡും ഓപ്പൺ ആക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു വട്ടം അമർത്തുക. ഇപ്പം നമ്മുടെ ഡ്രൈവർ സൈഡ് മാത്രമാണ് അൺലോക്ക് ആയിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പാസഞ്ചർ സൈഡും അൺലോക്ക് ആയിട്ടില്ല, അതുപോലെ തന്നെ ബാക്കിലെ 2 ഡോറും അൺലോക്ക് ആയിട്ടില്ല. അത് ചെയ്യാൻ ഡോറ് തുറക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാസഞ്ചർ സൈഡ് ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്, ഡ്രൈവർ സൈഡ് അൺലോക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ
ബാക്ക് സീറ്റിൻ്റെ സംഭവങ്ങളും അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലോക്കായിട്ടിരിക്കുകയാണ്. നിങ്ങൾ അൺലോക്ക് ചെയ്തു ഡ്രൈവർ സൈഡ്, അത് കഴിഞ്ഞിട്ട് ഡോറ് തുറന്നു, എന്നിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എറർ വാണിംഗ് ആണ് വരിക. അത് കഴിഞ്ഞിട്ട് ഡോർ അടച്ചിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡും ലോക്കായി. അതായത് പാസഞ്ചർ സൈഡും ബാക്ക് സൈഡും തുറക്കണമെങ്കിൽ ഡോർ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ 2 വട്ടം പ്രസ് ചെയ്യണം. എങ്കിലേ ഇതും അതുപോലെ തന്നെ ഇതുമൊക്കെ നമുക്ക് തുറക്കാനായിട്ട് പറ്റുള്ളൂ. മിക്ക ടൊയോട്ട മാരുതി വണ്ടികളിലും ഡ്രൈവർ സൈഡ് പാസഞ്ചർ സൈഡ് റിക്വസ്റ്റ് സെൻസർ മാത്രമല്ല, നമുക്ക് ഡിക്കി തുറക്കാനുള്ള സ്ഥലത്ത് കൂടി ഒരു റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. അതായത് നമ്മൾ സ്മാർട്ട് കീ നമ്മുടെ പോക്കറ്റിലിട്ടുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ മാത്രമല്ല, ഒരു റിക്വസ്റ്റ് സെൻസർ കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വലത് ഭാഗത്ത് കാണുന്ന ഇതാണ് നമ്മുടെ റിക്വസ്റ്റ് സെൻസർ. ഓക്കെ, ഇപ്പുറത്തുള്ളതാണ് ഡോർ അൺലോക്ക് ചെയ്യേണ്ട സെൻസർ. ഡോർ അൺലോക്ക് ചെയ്യേണ്ട സെൻസർ അല്ല, ഡോർ അൺലോക്ക് ചെയ്യേണ്ട ബട്ടൺ അകോപ്പ്. അപ്പോൾ ഈ റിക്വസ്റ്റ് സെൻസറിൽ അമർത്തി കഴിഞ്ഞാൽ ബാക്കിലെ ഡിക്കി മാത്രമായിരിക്കും നിങ്ങൾക്ക് അൺലോക്ക് ആയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിക്കി തുറക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡ് തുറക്കാൻ നോക്കിയാലോ ഡ്രൈവർ സൈഡ് തുറക്കാൻ നോക്കിയാലോ വർക്കാവില്ല. ഓൺലി നമ്മുടെ ഡിക്കി മാത്രമേ അൺലോക്ക് ആയിട്ടുണ്ടാവും. അതേ ഡിക്കി തന്നെ നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ അതേ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. ഇനി ഇത് തുറക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കാർ അൺലോക്ക് ചെയ്യുമ്പോൾ ബീപ്പ് ബീപ്പ് എന്നതിന് പകരം ബീപ്പ് 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 എന്ന് 4 വട്ടമാണ് അലാം അടിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഷോക്ക് സെൻസർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഷോക്ക് സെൻസർ എന്ന് കാണിച്ചു തരാം. അതായത് ഈ വണ്ടിയിൽ വന്ന് ആരെങ്കിലും മുട്ടുകയോ തട്ടുകയോ കൊട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി അലാം അടിക്കും. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു അലാമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അലാറം കൂടി ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് പ്രൈമറിയും പിന്നെ വന്നിട്ടുള്ളത് ഫുൾ ഇമ്പാക്റ്റും ആയിട്ടുള്ള അലാമാണ് ഉള്ളത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ടൊയോട്ട മാരുതി കാറുകളിൽ ഇത്തരം ഡാഷ്ബോർഡ് ഉള്ളത്, അതായത് 2 അനലോഗ് ക്ലസ്റ്ററും നടുവിലായിട്ട് MIDയും വരുന്ന കാറുകളിൽ നമുക്ക് ഷോക്ക് സെൻസർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ വലത് ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കൊണണ്ടർ കാണാം. അത് വന്നിട്ട് ഒരു കോലാണ്. കോലിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് താഴത്തോട്ട് പ്രസ് ചെയ്യാനും പിന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിക്കാനുള്ളതും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ MIDയിൽ മാറ്റം വരുന്നത് കാണാം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇതെവിടെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വലത് ഭാഗത്തുള്ള കോല് ഞെക്കി കുറച്ച് നേരം പിടിക്കുക. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ഹിഡൻ മെനു വരും. അപ്പോൾ ഇത് വലത്തോട്ട് തിരിച്ചാൽ താഴത്തോട്ടും ഇടത്തോട്ട് തിരിച്ചാൽ മുകളിലോട്ടും പോകും. ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഷോക്ക് സെൻസർ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആൻറ്റി തെഫ്റ്റ് എന്നുള്ള മെനു പോവാം. ആൻറ്റി തെഫ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് താഴത്തോട്ട് ആ കോല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റി തെഫ്റ്റ് മെനുവിനകത്തോട്ട് പോകും. അത് കഴിഞ്ഞാൽ ഷോക്ക് സെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് പോകും. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ അത് ഓഫിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നിങ്ങളത് ഓണിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് താഴത്തോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കും. പിന്നെ ഷോക്ക് സെൻസ് P, ഇത് പ്രൈമറി വാണിംഗ് ആണ്. അതിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് ഡീഫോൾട്ടായി വന്നേക്കുന്നത് 15 15 അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ആയിട്ട് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ ഈ 15 കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ സക്സസ്ഫുൾ എന്ന് കാണിക്കും. അത് കഴിഞ്ഞ് ഷോക്ക് സെൻസ് F, ഫുൾ ഷോക്ക് സെൻസ് വാണിംഗ്, അതായത് കുറേ നേരം അടിക്കുന്നത്. അതിൻ്റെ സെൻസിറ്റിവിറ്റി നമ്മൾ വെച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ
അത് ലെവൽ 9 വെച്ചേക്കുന്നത്. ഇതാണ് ഡീഫോൾട്ട് വാല്യൂ ആയിട്ട് മിക്ക കാറുകളിലും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോക്ക് സെൻസർ ഓൺ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ സക്സസ്ഫുൾ എന്ന് കാണിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്കകത്ത് ആരെങ്കിലും തട്ട് മുട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 2 തരത്തിലുള്ള അലാം അടിക്കും. ചെറിയ തട്ടലാണെങ്കിൽ ചെറിയ അലാം, വലിയ തട്ടലാണെങ്കിൽ വലിയ അലാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ വിശദമായി പിന്നീട് ചെയ്യുന്നതായിരിക്കും.